എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് ഗൈസ്. അറിയാലോ, ഇപ്പോൾ ഷൈനിനെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തു. റീൽസും പോസ്റ്റായിട്ട് അങ്ങനെ കുറേ വന്നിട്ടുണ്ടായിരുന്നു. സത്യം പറയാൻ ഇൻബോക്സ് തുറക്കാൻ പറ്റാത്ത ലെവലിലായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കും കുറച്ച് കാര്യങ്ങളൊക്കെ പറയാലോ. എന്ന് വെച്ചാൽ ആളെ എതിരെ സംസാരിക്കാനൊന്നല്ല ഞാൻ വന്നത്. എനിക്ക് എൻ്റെ ലൈഫിൽ നടന്ന കുറച്ച് കാര്യങ്ങൾ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ഭാസി, ലഹരി സിനിമ, ഇതാണ് കുറെ ദിവസങ്ങളായിട്ട് മാധ്യമങ്ങളിലെ പ്രധാനപ്പെട്ട ചർച്ച. ഇപ്പോൾ ഈ ഷൈന്റെ മുൻ കാമുകിയായിട്ടുള്ള തനുജ ലൈവിൽ വന്ന് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മുൻ കാമുകി എന്നതിലുപരിയായിട്ട് ഈ പെൺകുട്ടിയും ഷൈനും തമ്മിൽ വിവാഹ നിശ്ചയം വരെ എത്തിയ ബന്ധമായിരുന്നു. പിന്നീട് അവര് ബ്രേക്കപ്പ് ആയി. കേരള ഗവൺമെന്റും പോലീസും വലിയ രീതിയിലുള്ള മയക്കുമരുന്ന് വേട്ടയാണ് ഇപ്പോൾ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് പിടിക്കപ്പെട്ട ആ സ്ത്രീ ഷൈന്റെയും ശ്രീനാഥ് ഭാസിയുടെയും പേര് പറയുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട് രഹസ്യമായിട്ട് പോലീസ് ഇവരെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ ഷൈനെ കൊച്ചിയിലെ ഒരു ഹോട്ടലിൽ ഈ പോലീസ് പിന്തുടരുകയും അങ്ങനെ ഷൈൻ രണ്ടാമത്തെ നിലയിൽ നിന്ന് താഴേക്ക് ചാടി പിന്നീട് രക്ഷപ്പെടുകയും തമിഴ്നാട്ടിലേക്ക് ഒളിവിൽ പോവുകയൊക്കെ ചെയ്ത് വലിയ വാർത്തയായത്. പിന്നീട് ഷൈൻ പോലീസിൽ കീഴടങ്ങുകയും കേസെടുക്കുകയും പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുകയും ചെയ്തു. അതിനെ തുടർന്ന് വലിയ വിവാദങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. അതിനെക്കുറിച്ചാണ് ഈ തനുജ കാര്യമായിട്ട് ഈ ഒരു ലൈവിൽ വന്ന് കാര്യങ്ങൾ സംസാരിക്കുന്നത്. അത് നമുക്കൊന്ന് കേട്ടു നോക്കാം. എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് ഗൈസ്. കാരണം ഇപ്പം അറിയാലോ, ഇപ്പോൾ ഷൈനിനെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തു. എനിക്ക് കുറേ എന്താ പറയുക, റീൽസും പോസ്റ്റായിട്ട് അങ്ങനെ കുറേ വന്നിട്ടുണ്ടായിരുന്നു. സത്യം പറയാൻ ഇൻബോക്സ് തുറക്കാൻ പറ്റാത്ത ലെവലിലായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കും കുറച്ച് കാര്യങ്ങളൊക്കെ പറയാലോ. എന്ന് വെച്ചാൽ ആളെ എതിരെ സംസാരിക്കാനൊന്നല്ല ഞാൻ വന്നത്. എനിക്ക് എൻ്റെ ലൈഫിൽ നടന്ന കുറച്ച് കാര്യങ്ങൾ അതിവിടെ പറയണം തോന്നി. എന്നാലും എൻ്റെ കുട്ടി നീ ഇതെങ്ങനെ സഹിച്ചു അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ആള് സഹിക്കാനൊന്നുമില്ല. ആള് ആക്ച്വലി കൂളാണ്. എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമായിരുന്നു. ഞങ്ങളിപ്പം ബ്രേക്കപ്പ് ആയിട്ട് 9 മാസമായി. ഈ 9 മാസവും എനിക്ക് തോന്നുന്നില്ല ആൾക്കൊരു കേസോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും വന്നിട്ടില്ല എന്ന് തോന്നുന്നു ഞാൻ ഉണ്ടായിരുന്ന ടൈമിൽ. കാരണം ഞാൻ കുറേ കൺട്രോൾ ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ഒരു കണക്കിന് പറയുകയാണെങ്കിൽ എന്താ എവിടെ തുടങ്ങണം, എന്ത് സ്റ്റാർട്ട് ചെയ്യണമെന്നൊന്നും എനിക്ക് ഇപ്പോഴും മനസ്സിലാവണില്ല. ഒരു നല്ല കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെനിക്ക് നിങ്ങൾക്ക് ഇൻ്റർവ്യൂ കണ്ടാലും ഒക്കെ മനസ്സിലായിരിക്കും. ഞാൻ എല്ലാ ടൈമിലും ഇൻ്റർവ്യൂ ഒക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും ആളെങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. കാരണം എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ പറയുന്നതിനപ്പുറം ആൾ പോയിട്ടില്ല എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്. നടി വിൻസി അലോഷ്യസ് ആണ് ഈ ഷൈൻ ടോം ചാക്കോക്കെതിരെ പരാതി കൊടുത്തത്. ആദ്യമേ അത് സിനിമയുമായി ബന്ധപ്പെട്ടുള്ള സംഘടനകൾക്കായിരുന്നു പരാതി കൊടുത്തത്. പിന്നീട് പോലീസിൽ പരാതി കൊടുക്കുവാൻ ഈ വിൻസിക്ക് താല്പര്യമില്ല എന്ന് പറയുകയുണ്ടായി. അപ്പോൾ ഈ ഷൈന്റെ കുടുംബവും വിൻസിയുടെ കുടുംബവും തമ്മിൽ നല്ല അടുപ്പമുണ്ട്. അവരതൊക്കെ പറഞ്ഞ് കോംപ്രമൈസ് ആക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ നമ്മൾ ഈ ഷൈന്റെ പല ഇന്റർവ്യൂകളും പരിശോധിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ സ്ത്രീവിരുദ്ധത ഇദ്ദേഹം പറയുന്നുണ്ട്. അതിൽ യാതൊരു വിധമായിട്ടുള്ള തർക്കവുമില്ല. അപ്പോൾ ഈ തനുജ പറയുന്നതനുസരിച്ച് ഈ തനുജയുമായിട്ട് റിലേഷൻഷിപ്പിലായതിനു ശേഷം നടത്തിയ ചില ഇന്റർവ്യൂകളൊക്കെ ഈ യൂട്യൂബിലുണ്ട്. അത് പരിശോധിക്കുന്ന സമയത്ത് അത്തരത്തിലുള്ള സ്ത്രീവിരുദ്ധതയൊന്നും അതിൽ കാണുവാൻ കഴിയത്തില്ല. അപ്പോൾ ഈ പെൺകുട്ടിയുടെ ശക്തമായിട്ടുള്ള നിയന്ത്രണം കാരണമാണ് അത്തരത്തിലുള്ള സ്ത്രീവിരുദ്ധത ഇദ്ദേഹം പറയാത്തത് എന്നത് വ്യക്തമാണ്. അപ്പോൾ ബാക്കി ഈ തനുജയ്ക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. പിന്നെന്ന് വെച്ചാൽ ഷൈൻ ലൊക്കേഷനിൽ എങ്ങനെയാന്നുള്ളത് ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. കാരണം എന്ന് വെച്ചാല് ചേട്ടൻ എപ്പോഴും ലൊക്കേഷനിൽ എന്താ പറയുക, ആളാളെ വർക്ക് ചെയ്യാൻ നേരെ കാരവനിലോ അല്ലെങ്കിൽ ആൾക്ക് കൊടുത്ത റൂമിലോ പോവാന്നല്ലാണ്ട് ഒരാളോട് അവിടെ മിങ്കിൾ ചെയ്യാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ നിൽക്കാറില്ല. എനിക്ക് എൻ്റെ ഞാൻ രാവും പകലും കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് അത് ഞാൻ ആളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എന്താ പറയാ ഇങ്ങനെ മിങ്കിൾ ചെയ്യുക അല്ലെങ്കിൽ എല്ലാവരോടും സംസാരിക്കുക. നടി വിൻസി അലോഷ്യസിന്റെ പ്രധാനപ്പെട്ട പരാതി ഈ ഷൈൻ ടോം ചാക്കോ സെറ്റിൽ വെച്ച് ഇങ്ങനെ ലഹരി ഉപയോഗിച്ചതിന് ശേഷം ഈ വിൻസിയോട് മോശമായി പെരുമാറി എന്നുള്ളതാണ്. അപ്പോൾ തനുജ പറയുന്നത് അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ഈ ഷൈൻ ടോം ചാക്കോ സെറ്റിലൊക്കെ വളരെ മാന്യനാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീകളും ഈ ഷൈൻ മോശക്കാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ രംഗത്തൊന്നിട്ടില്ല. എന്നാൽ ഷൈൻ നല്ലവനാണ്. അതായത് സെറ്റിലൊക്കെ നല്ല മനുഷ്യനാണ്, നല്ല രീതിയിലാണ് ആളുകളടുത്ത് പെരുമാറുന്നത്, നല്ല വ്യക്തിത്വമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് സ്ത്രീകൾ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. പല വാർത്തകളിലും
ചർച്ചകളിലൊക്കെ വന്നിരിക്കുന്ന സ്ത്രീകൾ ഈ ഷൈനെയും ഫാസിയൊക്കെ ന്യായീകരിച്ചുകൊണ്ട് സംസാരിക്കുന്നത് നമുക്ക് കേൾക്കുവാൻ വേണ്ടി സാധിക്കും. ഇനി തനൂജയ്ക്ക് ബാക്കി എന്താണ് പറയാനുള്ളതെന്ന് കൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം. തുടങ്ങി രാവിലെ മുതലേ തുടങ്ങിയിരിക്കണടാ. രാവിലെ മുതലേ എനിക്ക് ഇൻസ്റ്റയും വാട്സപ്പ് തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അത്ര വന്നിട്ടുണ്ട്. എനിക്ക് സങ്കടം വന്നിട്ട് ഞാൻ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് വരെ ലെഫ്റ്റായി. ഞാൻ അത് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എനിക്ക് ഉത്തരം ഇല്ലാണ്ടായിപ്പോയി, ഒന്നിന് മറുപടി ഇല്ലാണ്ടായിപ്പോയി. ഞാൻ എന്ത് മറുപടി അവിടെ കൊടുക്കേണ്ടത്? ഒരു ചോദിക്കുന്നതിന് എന്തെങ്കിലും ഒരു മറുപടി എനിക്ക് കൊടുക്കണ്ടേ, അതെനിക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. ഇതിനായി പാച്ചപ്പായോ? ഷൈൻ എപ്പോഴും എൻ്റെ നല്ല ഫ്രണ്ടാണെന്ന് വെച്ചാൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. എൻ്റെ എപ്പോഴത്തെ നല്ലൊരു ഫ്രണ്ട് തന്നെയാണ്. പാച്ചപ്പ് ആയിട്ടൊന്നുമില്ല. ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട്, ഒഴിവാക്കിയ സാധനങ്ങൾ ഞാൻ എടുക്കാറില്ല. ഇത്രേ പറയാനുള്ളൂ. ഇനി പോസ്റ്റും റീൽസും ഒന്നും എനിക്ക് ഷെയർ ചെയ്യാതിരിക്കുക. എൻ്റെ മാനസികാവസ്ഥ മെന്റലാക്കാതിരിക്കും. ഞാൻ ഓൾറെഡി ഞാൻ പകുതി മെന്റലായിരിക്കുന്നത് ഇന്ന്. അത്ര പ്രാന്തം എനിക്ക് ഇളകിയിട്ടുണ്ട്. അത്ര പ്രാന്തെന്ന് വെച്ചാൽ അത്ര. കാരണം എന്ന് വെച്ചാൽ എത്രയൊക്കെ ആയാലുടോ, ഞാൻ സ്നേഹിച്ചൊരു വ്യക്തിയാണല്ലോ. അപ്പോൾ എനിക്കും കുറേ ഇമോഷൻസും കാര്യങ്ങളും ഉണ്ട്, ഉള്ളിൽ ഫീലിങ്സ് ഉണ്ട്. ഞാനും നിങ്ങളെപ്പോലൊരു പച്ച മനുഷ്യനാണ്. അപ്പോൾ എന്താ പറയുക, ഇങ്ങനെ അയക്കുമ്പം എനിക്കും കുറച്ച് സങ്കടമൊക്കെ വരും. എന്ത് തെറ്റായാലും ശരിയായാലും എന്തായാലും അത് പറയുമ്പോൾ വല്ലാണ്ട് കൊള്ളും, എനിക്ക് നല്ല കൊള്ളും. എനിക്ക് നല്ല സങ്കടമുണ്ട്. സങ്കടം ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അത് എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കരുത്. എനിക്ക് ഇങ്ങനെ അയച്ചിട്ടൊന്നും ബുദ്ധിമുട്ടിക്കാണ്ടിരിക്കുക. അപ്പോൾ തനൂജ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഷൈൻ എന്ന് പറയുന്ന നടൻ ഒരു വിശുദ്ധനായിട്ടുള്ള മനുഷ്യനാണ് എന്നാണ് ഈ പെൺകുട്ടി പറയുന്നത്. അപ്പോൾ നമ്മുടെ മലയാളികളുടെ അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഇതുപോലെ ഏതെങ്കിലും പ്രസിദ്ധരായിട്ടുള്ള വ്യക്തികൾ ഏതെങ്കിലും വിവാദങ്ങളിൽ പെടുന്ന സമയത്ത് അവരുടെ മുൻ കാമുകിമാരോ അല്ലെങ്കിൽ മുൻ കാമുകന്മാരുടെയൊക്കെ ഇതുപോലുള്ള സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ ചെന്നിട്ടും എന്താ ഈ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞായിരുന്നോ, ഇതുപോലുള്ള ചെറിയ റീൽസുകളൊക്കെ അങ്ങോട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക, അവരുടെ അടുത്ത് അഭിപ്രായങ്ങൾ ചോദിക്കുക. അത്തരത്തിലുള്ള ഒരു രീതി ഈ തനൂജയുടെ അടുത്തും ഈ ആരാധകരൊക്കെ എടുത്തു എന്നാണ് ഈ തനൂജ പറയുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങൾ അറിയുന്നതിന് മലയാളികൾക്ക് ഒരു പ്രത്യേക താല്പര്യം പണ്ട് മുതലേ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് ഈ സിനിമാ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ താല്പര്യം കൂടും. അങ്ങനെ അറിയാനുള്ള താല്പര്യത്തിന് പുറത്താണ് ഇത്തരം ആളുകളുടെ അക്കൗണ്ടുകളിൽ ചെന്നിട്ടും ഈ അഭിപ്രായങ്ങൾ ആരായുകയും കമന്റ് ബോക്സിൽ കമന്റ് ഇടുകയൊക്കെ ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, സിനിമ ഉണ്ടായ കാലം മുതലേ ഈ ലഹരി ഉപയോഗവും ഇതിനകത്തുണ്ട്. മദ്യമായിട്ടും പുകവലിയായിട്ടും അതുപോലെ തന്നെ കഞ്ചാവായിട്ടും അതോടൊപ്പം തന്നെ ഈ രാസ ലഹരിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് കേസുകൾ ഇതിനകത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ലഹരി എന്ന് പറയുന്നത് രാസലഹരി ആയാലും അതോടൊപ്പം തന്നെ കഞ്ചാവാണെങ്കിലും സിഗരറ്റാണെങ്കിലും അതുപോലെ തന്നെ മദ്യമാണെങ്കിലും എല്ലാം ഒരുപോലാണ്, എല്ലാം ലഹരിയാണ്. ഇതിനകത്ത് ധാരാളമായിട്ട് അത് ഒഴുകുന്നുണ്ട്. ഇത് പണത്തിന്റെ വലിയൊരു ബിസിനസ്സാണ്. ഇതിനകത്ത് പുരുഷന്മാർ മാത്രമല്ല സ്ത്രീകളും ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ഭാഗ്യലക്ഷ്മി കഴിഞ്ഞ ദിവസം ഒരു വാർത്താ ചാനലിൽ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പൊതുജനത്തെ സംബന്ധിച്ച് പൊതുജനത്തെ ഒരു കാരണവശാലും ബാധിക്കുന്ന ഒരു കാര്യമല്ല. അതായത് ലഹരി ഉപയോഗിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ദോഷമുണ്ടാവുന്നത് അത് ഉപയോഗിക്കുന്ന വ്യക്തിക്കാണ്, അവരുടെ കുടുംബങ്ങൾക്കാണ്. അപ്പോൾ ലഹരി ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒരു കാര്യമല്ല, അതിനെ ശക്തമായ രീതിയിൽ നിയന്ത്രിക്കേണ്ട ഒരു കാര്യമാണ്. അത് സിനിമാ മേഖലയാണെങ്കിലും എത്ര പണം ഒഴുക്കുന്ന സ്ഥലമാണെങ്കിലും ശക്തമായ രീതിയിലുള്ള സർക്കാരിന്റെ ഇടപെടലുണ്ടാവണം, പോലീസിന്റെ ഇടപെടലുണ്ടാവണം. ഇതിനെയൊക്കെ ശക്തമായ രീതിയിൽ നിയന്ത്രിക്കണം. അതിൽ യാതൊരു വിധമായിട്ടുള്ള തർക്കവുമില്ല. ഈ ഒരു വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ.